ഓ എന്റെ ജോലി, നിന്നെ എവിടൊക്കെ തേടിന്നറിയോ? അല്ല, നിന്നെ തനിച്ചാക്കി അവരിത് അവിടെ പോയി. അല്ലെങ്കിലും അവനെ പറ്റി നിനക്ക് അറിയാലോ. എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഒറ്റൊരു ശ്രദ്ധ ഉണ്ടാവില്ല. എവിടെയാണോ കാണുന്നത് അവിടെ പോയിക്കോളും. ഹേ പച്ചക്കിളി, ഒറ്റക്കൊടി നിന്നെ. അവളോട് അടങ്ങിയിരുന്നോ പറയണ്ടേ? ജോലി എന്തോന്നത്? വന്ന അവിടെ തുടങ്ങിയോ? ഇതൊക്കെ രസമല്ലേ കുറ്റോ? അല്ല, എന്താ പറ്റി? ആളാകെ ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണിച്ചു പോയെങ്കിലേ ഒരു ബൂസ്റ്റ് ഒന്ന് കാച്ചി കൊടുക്കേ. അല്ല, ഇത് വീണേച്ചല്ലേ? സുഖല്ലേ ജോലി? എനിക്ക് എന്താ ചേച്ചി, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അല്ലല്ലോ എന്റെ കുട്ടേട്ടനുണ്ടാകുമ്പോ എനിക്ക് എന്താ കുഴപ്പം? അല്ലേ കുറ്റു? ഇതെന്തോന്ന് വിളി? ഏത് ദിവസം മണിക്കുട്ടാന്നല്ലേ വിളിച്ചേ? പിന്നെന്ത് കുട്ടു കട്ടുന്നൊക്കെ? മണിക്കുട്ടാൻ തന്നെ വിളിക്കേ. ഇതല്ലേ കുറച്ചും കൂടി ട്രെൻഡ്. ഇനി ഞാൻ നിന്നെ കുറ്റുന്ന് വിളിക്കോ? അല്ല തമ്പുരാട്ടി. വാട്ട് ഡാർലിംഗ്? അല്ല, നീ എപ്പോഴാ തിരിച്ചു പോന്നേ? വാട്ട്, തിരിച്ചു പോരോ? ഇനി 2 മാസം വെക്കേഷൻ ഇല്ലേ? ഇപ്പൊ തന്നെ പോണേന്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെ? 2 മന്ത് കഴിഞ്ഞിട്ടേ പോണല്ലോ. നീ വിഷമിക്കണ്ടോ? ചുരുക്കി പറഞ്ഞ ഞങ്ങളെ മുടിപ്പിക്കാണ്ട് നീ പോകത്തില്ലെന്ന് അല്ലേ? യാ, ഓഫ് കോഴ്സ്. പൈങ്കിളി, വീണേച്ചി, നീ വാ, നമുക്ക് പോയി തമ്പുരിനെ ഉണ്ണിമോളി നോക്കാം. അവര് പോയിട്ട് കുറച്ച് നേരമായില്ലേ? അതെന്തേടി നീ ഒറ്റക്ക് പോന്നേ? നിക്ക്, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോന്നേ. ഹേയ് വേണ്ട മഹാനെ, മഹാനെ ബുദ്ധിമുട്ടാകത്തില്ലേ? കൊറേ കാലത്തിന് ശേഷല്ലേ മറപ്പെണ്ണിനെ കാണുന്നേ. അപ്പൊ പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞങ്ങൾ എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അല്ല പൈങ്കിളേ? അതെ അതെ, ഞങ്ങളെ സ്വർഗത്തിലെ കട്ടറുമാവില്ല. വാ ചേച്ചി, നമുക്ക് പോവാം. വീണേ, എന്തോന്നിത്? പൈങ്കിളേ വാടേ. വരുന്നു ചേച്ചി. എടി പൈങ്കിളി, എന്താ നീ മാത്രം വന്നിരിക്കുന്നേ? വീണേച്ചിയും മണിക്കുട്ടൻ ചേട്ടനും ജോലിയൊക്കെ എന്തേ? അതന്നെ, ചേച്ചി മണിക്കുട്ടൻ ചേട്ടനൊക്കെ എന്തേ? ഓ, അത് പിന്നെ വീണേച്ചിയും കിടും കൂടെ കീർത്തി ചേച്ചിനെ കണ്ടപ്പോ അവരടുത്തേക്ക് പോയതാ. പിന്നെ ചേട്ടനാണെങ്കിൽ ആ ജോലിന്റെ കൂടെ വരുന്നുണ്ട്. ഓ, അത് ശരി. അല്ല, ചേച്ചി എവിടെയുള്ളത്? ഇവിടെയോ അതോ പുറത്തോ? പുറത്തടി, നമ്മുടെ എൻട്രൻസ് ഇല്ലേ അവിടെ ഉണ്ട്. ഓ, അത് ശരി. വേറെ എവിടെയും പോവില്ലല്ലോ? ഹേയ് ഇല്ല ഇല്ല, ഇപ്പൊ വരാണ്ട് പറഞ്ഞേക്കണേ. ഹേയ് തങ്കോ, പിന്നല്ല. അല്ല, എവിടെ നിന്റെ അണ്ണനൊക്കെ? അണ്ണന്റെ കാര്യല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നേ? നിന്റെ പെങ്ങളെയും കൂട്ടി അമ്പലം ചുറ്റി കളിക്കാൻ വേണ്ടി പോയതാ. ഓഹോ, അത് ശരി. അപ്പൊ ഈ 3 ഗേൾസിനും ഇപ്പൊ ഞാനാണ് പാതുകാപ്പ് അല്ലേ? പാതുകാപ്പോ? അതെന്തോന്ന്? ഐ മീൻ, നിങ്ങൾ 3 പേർക്കും ഞാനാണ് ഗാർഡിയൻ. ഈ 3 പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഇനി ഈ ഋഷിന്റെ കടമയാണ്. അത് ശരി. അല്ലടാ, ജോലി പറഞ്ഞേ ഇനി 2 മാസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂന്ന് സത്യമാണോടാ? അതെ പെങ്കിളി, എന്തേ സന്തോഷായോ? നീ മാത്രാണെങ്കിൽ പിന്നെ സഹിക്കായിരുന്നു. അവളും കൂടി ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇതിലേറ്റവും കോംപ്രമൈസ് ആയില്ലേ? അതെ, അത്ര പെട്ടെന്ന് കോംപ്രമൈസ് ആവുന്ന പ്രശ്നമൊന്നുമില്ല. യുഗങ്ങളായിട്ടുള്ള യുദ്ധമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കത്തില്ല. അത് ശരി, അത് വൈൻഡപ്പ് ആവേ ആവാണ്ടിരിക്കേ എന്തെങ്കിലും ആയിക്കോട്ടെ. ലെറ്റ്സ് കം ഓൺ, നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണാനേ. അതന്നെ പെങ്കിളി, വാ, വെറുതെ നിന്നിട്ടെ ബോറടിക്കോ? നമുക്ക് ഈ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാന്നേ. അപ്പൊ എല്ലാരും വരേ. അല്ലടി, നീ മാത്രം വന്നുള്ളോ? ഓമന വന്നില്ലേ? ഓ, വന്നിട്ടുണ്ടടി. അവളെ ഫ്രണ്ടിന്റെ കൂടെയാ, പുറത്താ. ഓ, അത് ശരി. അല്ല, അമ്മ അച്ഛനൊക്കെയോ? ഹേയ് ഇല്ല ഇല്ല, അവരൊന്നും വന്നിട്ടില്ല. അല്ല, ഇവിടെ ഉണ്ണിമോളും തമ്മിലും പെങ്കിലൊന്നും വന്നില്ലേ? ഓ, എല്ലാരും വന്നിട്ടുണ്ടടി. അവരൊക്കെ ദേ അകത്തുണ്ട്. അത് ശരി. എന്തായാലും നീ വന്നാ നന്നായി. ഞാനേ ബോറടിച്ച് നിൽക്കുവായിരുന്നു. അതെന്തേ ദേ ഇത്ര പേരില്ലേ? എന്നിട്ടാണ് ബോറടി? ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കംഫർട്ട് ആയിട്ട് ആരെങ്കിലും ഒരാൾ വേണ്ടേ? അതുകൊണ്ടാ. എന്തായാലും നീ വന്നാ നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ചിലപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയേനെ. അല്ല, നീ എപ്പോഴാ പോന്നേ? ഞാൻ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നീയോ? ഇപ്പൊ പോണെന്ന് വിചാരിച്ചേ നീ ഉണ്ടല്ലോ. ഇനിയിപ്പോ പരിപാടി കഴിഞ്ഞിട്ട് തന്നെ പോയേക്കാം. വീണേ, എന്റെ മണിക്കുട്ടാ, എന്നെ വിളിച്ചായിരുന്നോ? എന്താടി ഇങ്ങനൊക്കെ പറയുന്നേ? നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ഇത്ര നേരം അടിച്ചായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്റെ കീർത്തി വന്നല്ലോ. അവളോട് സംസാരിച്ചിരിക്കുമ്പോഴേ എന്റെ ബോറടി ഒക്കെ മാറിക്കോളും. അത് മാത്രല്ല, നിങ്ങൾക്ക് ഞാനൊരു ഡിസ്റ്റർബ് ആവരുതല്ലോ. അതുകൊണ്ട് യു കണ്ടിന്യൂ. ഞാനേ അവളെ കൂടെ പോയിട്ടേ ഒന്ന് ചുറ്റിയൊക്കെ കറങ്ങിട്ട് വരാവേ. എടി എന്തോന്നടി ഇത്? എൻജോയ് മഹാനെ. ഞാനെന്നാ പോയിട്ട് വരാട്ടോ. അങ്ങനെ ഒറ്റക്കൊന്നും വിടാൻ പറ്റത്തില്ല, ഞാനും വരും. ആരപ്പോ വരണ്ടെന്ന് പറഞ്ഞേ? നീ പോവാണെങ്കിൽ ഞാനും വരാം. എന്നാ വാ, നമുക്കെല്ലാവർക്കും കൂടെ ആദ്യം ഐസ്ക്രീം കഴിക്കാം. എന്നിട്ട് പതിയെ ചുറ്റി കാണാൻ പോവാം.
ഋഷി നോക്കിക്കോളുന്നേ. നിങ്ങൾ വാ. വന്നേലും ഒരു കാര്യായി. മണിക്കുട്ടാ, എനിക്ക് സ്പെഷ്യൽ കേട്ടോ. വീണേ കിടുനത്താ, ഞാൻ എടുക്കാം. കൊറേ നേരയില്ലേ എടുത്തോണ്ട് നടക്കുന്നേ. ഹേയ്, അതൊന്നും വേണ്ടടാ, അവനെ ഇടങ്ങാറുണ്ടാക്കും. ഓ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. കിടുവേ, ബാ ബാ ബാ, മക്കുച്ചേട്ടനെ എടുത്തു വാ. ഐസ്ക്രീം മാത്രല്ല, ബലൂണും ടോയ്സും എല്ലാം മേടിച്ചു തരാവേ. അല്ല മണിക്കുട്ടാ, ഋഷിന്റെ കയ്യില് ഫോൺ ഉണ്ടോ? ആ ഉണ്ടടി. എന്തേ? അല്ല, അവനെ വിളിച്ചിട്ടൊന്ന് അവരെ ശ്രദ്ധിക്കാൻ പറയ്. ഒറ്റയ്ക്ക് എവിടെയും വിടില്ലെന്ന് പറയ്. എന്റെ വീണേച്ചി, അതൊക്കെ എന്റെ ചേട്ടൻ പൊന്നു പോലെ നോക്കിക്കോളുന്നേ. യു ഡോണ്ട് വെറി. എന്നാ വാ, തറകൾ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് കുറെ ആൾക്കാർ വരും. അപ്പൊ പിന്നെ നല്ല തിരക്കായിരിക്കും. ഇപ്പൊ തന്നെ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചേ സീറ്റ് പോയി പിടിച്ചു വെക്കാം. ഓക്കേടാ. നിങ്ങളെവിടെ? ഞങ്ങളിതേ ഇരിക്കുന്ന ആൽമരത്തിന്റെ അടുത്തുണ്ട് ബ്രോ. എന്തേ? അല്ല, ഞാനും വീണയും ജൂലിയും പിന്നെ ഞങ്ങൾ ഫ്രണ്ടൊക്കെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാ. നിങ്ങളും വരുന്നുണ്ടോ? ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ കഴിച്ചോ. അവർക്കുള്ളത് ഞാൻ മേടിച്ചു കൊടുത്തോളാം. ആരെങ്കിലും കണ്ടാലേ അവർ വൈത്താലെ പോരുതേ. അവറ്റങ്ങൾ നോക്കേണ്ടേ. യു ചിൽ മച്ചാ, ഐ വിൽ ഹാൻഡിൽ. ഇപ്പൊ പോയാലേ ഐസ്ക്രീം കിട്ടും. കുറച്ചും കൂടി കഴിഞ്ഞാലേ നല്ല തിരക്കായിരിക്കും. എല്ലാരും വന്നു തുടങ്ങും. തറകൾ കളിക്കാനുള്ള ടൈം ആവുമ്പളേ എല്ലാരും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയിക്കോ. ഓക്കെ ബ്രോ, എന്നാ വെക്കട്ടെ. ഓക്കേടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. ആ ഓക്കെ ഓക്കെ. യാ, എങ്ങനെ കണ്ടുപിടിച്ചേ? അതൊക്കെ ചേട്ടൻ സംസാരിക്കുന്ന വെച്ച് ഞാൻ കണ്ടുപിടിച്ചേ. അല്ല, ചേട്ടനെന്തോ മേടിച്ചു തരാൻ വേണ്ടി റെക്കമെൻഡേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എന്താ അത്? ഇത്ര കണ്ടുപിടിച്ച നീ അതും കൂടെ ഗസ് ചെയ്യുന്നേ? ഞാൻ പറയാം. ഓ പറ ഡാർലിംഗ്. അത് പിന്നെ ഞങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ എന്തിനാ കഴിക്കാൻ മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞതായിരിക്കും അല്ലേ? ആ, ഏകദേശം അടുത്തെത്തി. പക്ഷേ അതല്ല കാര്യം. എന്നാ ഞാൻ പറയാം. ഓ പറ ബേബ്. കൂൾ കൂൾ, പറ. അത് പിന്നെ ഞങ്ങൾ ചോദിക്കുന്ന ടോയ്സ് ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതായിരിക്കും. ഓ പിന്നെ ടോയ്സ് ഒക്കെ മേടിച്ചരാ. നിങ്ങളെന്താ കൊച്ചു പിള്ളേരോ? എടാ പിന്നെ എന്തുവാടാ? സർപ്രൈസ്. അവിടെ എത്തുമ്പോ കണ്ടെച്ചാ മതി കേട്ടാ. ഓ, എന്താണെങ്കിലും എന്താ, എന്തോ നീ മേടിച്ചു തരാൻ പോകുന്നു മനസ്സിലായി. അതന്നെ ധാരാളം. അല്ല തമ്മിയോ? പിന്നെ അല്ല. അല്ല, ഇതാരൊക്കെയാ വരുന്നേ? ഗൗതമ ബ്രോ. പാടാ മോനെ, വാ, നിനക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇന്നെങ്ങനെ നീ ദേഷ്യം പിടിക്കാണ്ടിരിക്കണെന്ന് ഞാനൊന്ന് കാണട്ടെ. ഋഷി, ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കേ. ഹേയ് വേണ്ടടി, ഞാൻ ഇവിടെ നിന്നോളാം. നിങ്ങൾ അവിടെ ഇരിക്കേ. ഇവനടുത്ത് എന്റെ പ്ലാന് മനസ്സിലാക്കാതെ. ഋഷി, ഇങ്ങോട്ട് വാ, കൊറേ നേരമില്ലേ നിന്നിട്ട് കാലൊക്കെ വേദനിക്കുന്നേ. ഇവിടെ വന്നിരുന്നോ? എങ്കിലേ കുറച്ച് നെയ്യ് കൊടുക്കടി, അവനിരിക്കട്ടെ. ഓ, ഈ ഗേൾസിന്റെ ഒരു കാര്യം എന്നെ കെയർ ചെയ്ത് അങ്ങ് കൊല്ലുന്നാ തോന്നുന്നേ. ഹായ് പൈങ്കിളി. ഹായ് ഉണ്ണിമോളെ. ഹായ് ഗൗതമ ബ്രോ. അല്ല, ഇവൻ നേരത്തെ എന്റെ സെയിം കളർ ഷർട്ടല്ലേ ഇട്ടിരുന്നേ. ഇപ്പൊ എന്താ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നേക്കുന്നേ? അല്ല, അവനിപ്പോ ഡ്രസ്സ് മാറി വെച്ച് എനിക്കെന്ത്? എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും ഗൗതമ ബ്രോ, ഞങ്ങളിവിടെ ബ്രോനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേട്ടോ. അതെന്നെ ബ്രോ, ഞങ്ങള് ഒട്ടും എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. പ്രത്യേകിച്ച് തമ്പുരു. അല്ല തമ്പുരു, എന്തേ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് പിന്നെ ഞാനെന്താ ഇവരൊക്കെ വെറുതെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേ. ഞാൻ ഉത്സവം കാണാൻ വേണ്ടി മാത്രം വന്നതാ, അല്ലാതെ വേറെ ആരും കാണാനല്ല. സെയിം പിച്ച് തമ്പുരു. ഞാനും ഉത്സവം കാണാൻ തന്നെയാ വന്നത്, അല്ലാതെ വേറെ ആരും കാണാനല്ല. അതെന്താ ഗൗതമ ബ്രോ അങ്ങനെ പറഞ്ഞു കളഞ്ഞേ? ഇതെങ്ങാനും ഹണി കേട്ട് കഴിഞ്ഞാ അവക്ക് ഹേട്ട് ആവത്തില്ലയോ? ഓ നോ, ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി. ഇന്ന് എന്റെ ഹണിയും ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്റെ ഹണിയോ? അപ്പൊ അല്ല, ഞാനിപ്പോ എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? അവനെ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അവനെ എന്റെ ആരാ? പിങ്കി, ഇതാരാ? ഇത് ചേട്ടന്റെയും വീണേച്ചിന്റെയും ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടനാ. അത് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും. ഓ അത് ശരി. പൈങ്കിളി, എന്നാ ഞങ്ങള് പോട്ടെട്ടോ. പാവം ഹണി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഓക്കേ ഗൗതമ ബ്രോ, യു കണ്ടിന്യൂ. ഞങ്ങളും ചോദിച്ചെന്ന് പറഞ്ഞേരേ. പൈങ്കിളി. എന്നാ തമ്പുരു? ഓ സോറി, നീ കൂടെ ചോദിച്ചെന്ന് പറയാനേക്കല്ലേ? ഗൗതമ ബ്രോ, എന്നാലേ അവളും കൂടെ ചോദിച്ചെന്ന് പറയേ. ഓക്കെ പൈങ്കിളി. ദേ ഗൗതമേ, ഞാൻ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലെങ്കിലും എനിക്ക് അവളെ കാര്യം അന്വേഷിക്കേണ്ട ഒരാവശ്യമില്ല. അത് ശരിയാ, അവളെ കാര്യം അന്വേഷിക്കാൻ ഇവിടെ ഞാനുണ്ടല്ലോ. ഗൗതം. എന്താ തമ്പുരു, എന്നെ വിളിച്ചായിരുന്നോ? അത് പിന്നെ അങ്ങനെ പോയാലെങ്ങനെ? ദേ ഇവിടെ പുതിയൊരാളിരിക്കുന്ന കണ്ടില്ലേ? പരിചയപ്പെടണം എന്നുള്ളൊരു മാനേഴ്സ് ഇല്ലേ? പരിചയപ്പെട്ടിട്ട് പോ. ഓ സോ
ഓ ഓ ശരി ശരി വെക്കേഷന് വന്നതായിരിക്കും അല്ലേ? യാ ബ്രോ വെക്കേഷന് വേണ്ടി വന്നതാ. അല്ല ബ്രോന്റെ പേരെന്താ? എന്റെ പേര് ഗൗതം. ഋഷി നിനക്ക് ഇരിക്കാൻ കംഫർട്ട് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഹേയ് ഇല്ലടി. പിന്നെ ഋഷി നമുക്ക് കുറച്ച് സെൽഫി ഒക്കെ എടുക്കണം കേട്ടോ. നീ വന്നത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും സെൽഫി ഒക്കെ എടുത്തിട്ടെ സ്റ്റാറ്റസ് ഒക്കെ വെക്കണം. അതും കുറേ കാലത്തിന് ശേഷമാണല്ലോ നിന്നെ കാണുന്നേ. അതുകൊണ്ട് ഒരു മിസ് യു സ്റ്റാറ്റസ് ഒക്കെ നിർബന്ധമായി ഇടണം. എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞമ്മളൊക്കെ പ്രത്യേകിച്ച് ഞാനൊക്കെ എന്തോ മിസ് ചെയ്തതാ. അപ്പൊ പിന്നെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തില്ലെങ്കിൽ എങ്ങനല്ലേ? ആ ശരിയാ ശരിയാ. ഓക്കേ ബ്രോ എന്ത് ചെയ്യാനാ, ഈ ഗേൾസ് ഒക്കെ എന്റെ ഫാൻസ് ആയി പോയി. ഭാഗ്യവാൻ. ഇതിനും വേണ്ടേ ഒരു ഭാഗ്യം? യാ ഓഫ് കോഴ്സ് ഇതിനൊക്കെ ഒരു രാജയോഗം വേണം. ശരിയാ ശരിയാ ബ്രോനെ രാജയോഗം കുറച്ച് കൂടുതലാ. കുറച്ച് ശ്രദ്ധിച്ചോട്ടോ. അതിനല്ലേ ഞങ്ങളുള്ളത്. ഞങ്ങളെ ശ്രീകൃഷ്ണനാവനെ ഞങ്ങളെ അവനെ പൊന്നു പോലെ ശ്രദ്ധിച്ചോളുന്നേ. അല്ല പെങ്ങളെ അല്ല ഇവരെന്താ ഗോതമ്പ് ബ്രോ വന്നപ്പോ മുതലേ ഈ ഋഷിനെ താങ്ങി നിൽക്കുന്നേ. ഇനിയിപ്പോ ഗോതമ്പ് ബ്രോനെ ദേഷ്യം പിടിപ്പിക്കാനായിരിക്കോ? ഋഷി എന്നാ ചെല്ലോ. ഗൗതം വാടാ, നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാനേ. നിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാം. എന്റെ പൊന്നോ ഇവന്റെ നീപ്പ് അത്ര പോരല്ലോ. ഇതാ ഞാൻ കാണാൻ ആഗ്രഹിച്ചേ. എത്ര നേരം നീ നിന്റെ കലിപ്പ് ഹോൾഡ് ചെയ്യണമെന്ന് എനിക്കൊന്ന് കാണണല്ലോ. അത് പിന്നെ ഋഷി വേണ്ട പൈങ്കിളി, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നാലേ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാനേ ഇവിടെ തന്നെ നിന്നോളാട്ടോ. അല്ല ഈ ഗോതമ്പ് ബ്രോന് എന്താ പറ്റി? മുഖത്ത് അങ്ങ് വല്ലാണ്ട് വാടിയല്ലോ. അമ്പരൂ നീ ചെയ്യുന്നത് ഒട്ടും ശരിയില്ല. വെറുതെ എന്തിനാ ആ ഗോതമ്പ് ബ്രോൻ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഇറിറ്റേറ്റ് ചെയ്തിക്കേ. ഞാൻ എന്താ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? അല്ല അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഞാൻ അവന്റെ ആരാ? അമ്പരൂ എന്താണത്? സത്യം പറ. നീ ഗോതമ്പ് ബ്രോനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്താ ഉണ്ണിമോളി പറയുന്നേ? അവനെ ദേഷ്യം പിടിപ്പിക്കാൻ അവൻ എന്റെ ആരാ? അല്ല ഞാൻ ഋഷിനോട് സംസാരിക്കുന്നോണ്ട് അവനെന്തിനു ദേഷ്യം പിടിക്കണം? എന്തേ നിനക്കറിയില്ലേ? എനിക്കെന്തറിയാൻ? അല്ല ഞാൻ ഋഷിനോട് സംസാരിക്കണേന് ആരാണ്ട് ദേഷ്യം പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലേ കാണാൻ നല്ല ചേലാന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഇപ്പഴാ കാണുന്നേ. എടി ആരാ മെലഞ്ഞിട്ട് ചോദിക്കുവാ? നീ എന്റെ കസിനാണോ അതോ ആ ഗോതമ്പിന്റെയോ? വൈകാതെ ഗോതമ്പിന്റെ കസിനാവാൻ പോണോടാ. എന്തേ ഉണ്ണിമോളെ? അമ്പരോ